വിശ്വാസം വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇനി നമുക്ക് ജന്മം, ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമായിട്ടാണ് പൊതുവെ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടവർ കാണുന്നത്. പക്ഷേ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. അത്രയും കഷ്ടതരം എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു അവസ്ഥ കഴിഞ്ഞ് ഭൂമിയിലെത്തുന്നു. ഭൂമിയിലെത്തിയാൽ നമ്മൾ വിചാരിക്കുന്നു വലിയ സുഖമാണ് ഈ ലോകം. ബാല്യകാലത്തെക്കുറിച്ചൊക്കെ പലരും നൊസ്റ്റാൾജിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ബാല്യകാലത്തിൽ ആർക്കെങ്കിലും അതൊരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. പരീക്ഷ, പഠനം, അച്ഛനമ്മമാരെ അനുസരിച്ച് അവർ പറയുന്നത് മാത്രം അനുസരിക്കണം. നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോവരുത്, ഇവിടെ പോവരുത്, ഇങ്ങനെ നിയന്ത്രണങ്ങളല്ലാതെ എന്ത് സുഖമാണ് ബാല്യകാലത്തിലുള്ളത്? ഇതേപോലെ ശങ്കരാചാര്യരോട് ചോദിക്കുന്നുണ്ട്. ഈ ചാർവാക സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് ഇന്നത്തെ യുക്തിവാദികൾ, അതാണ് പണ്ടത്തെ ചാർവാകന്മാർ. അപ്പോൾ അവർ വന്നിട്ട് ശ്രീ ശങ്കരാചാര്യരോട് ചോദിക്കുന്നു, ഇത്രയും സുന്ദരമായ ഒരു ജീവിതം വിട്ടിട്ട് അങ്ങ് എന്തിനാണ് ഈ തലമുണ്ടനം ചെയ്ത് സന്യാസവേഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങ് വിഡ്ഢിയാണ് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യർ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന സുഖം എന്നത് എന്താണ്? ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് പറഞ്ഞു. എന്താണ് ഈ സുഖം? വിഷയസുഖമാണെങ്കിൽ അത് ബാലന്മാർക്ക്, അതായത് കുട്ടികൾക്കോ വൃദ്ധന്മാർക്കോ സാധ്യമല്ല. ഇനി യൗവനാവസ്ഥയിലാണ് വിഷയസുഖവും മറ്റുള്ള സ്വാതന്ത്ര്യവും, അതായത് അവനവന് ജോലി കിട്ടുമ്പോഴുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഒരു സുഖം എന്നത് അനുഭവിക്കാൻ പറ്റിയ ഒരു പ്രായം നമ്മുടെ യൗവനവും മധ്യവയസ്സുമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് പക്ഷേ ഉണ്ടാകുന്ന നമ്മുടെ ജീവിത പ്രാരബ്ധങ്ങൾ, ജോലി, അതിൻ്റെ ടെൻഷൻ, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ നൊസ്റ്റാൾജിയ പറയുന്നത്. ചെറുപ്പം എന്ത് സുന്ദരമായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ചെറുപ്പത്തിലെ ആ നല്ല കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ബോധപൂർവം അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു അസ്വാതന്ത്ര്യം, പാരതന്ത്ര്യം അത് മറന്നു കളയുകയാണ്. എന്നിട്ട് പറയുന്നു, എന്ത് രസമായിരുന്നു എൻ്റെ ബാല്യകാലം. എന്തുകൊണ്ടാണ് പറയുന്നത്? ആ യൗവനവും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. യൗവനത്തിൻ്റെ രസത്തിനോടൊപ്പം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവരെ വല്ലാതെ അലട്ടുന്നു. അതാണ് അപ്പോൾ അവർക്ക് അസ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നത്. ചെറുപ്പത്തിൽ അച്ഛനമ്മമാരിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു നിയന്ത്രണങ്ങൾ പിന്നീട് അതൊരു നിയന്ത്രണമല്ലാത്തതായിട്ട് തോന്നുന്നു. എൻ്റെ നല്ലതിനു വേണ്ടിയല്ലേ എന്ന് പ്രായമാകുമ്പോഴാണ് ഓരോരുത്തർ ഓർക്കുന്നത്. അത് വേറെ കാര്യം. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാലത്തും ജീവിതം നേരാവണ്ണം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല.